മീൻസ് ഇപ്പൊ ബിഗ് ബോസിനകത്ത് രാവിലെ തന്നെ ഇന്നലെ രാത്രി പൊരിഞ്ഞടിയായിരുന്നു. സ്റ്റാറിന് വേണ്ടിയിട്ടായിരുന്നു 3 പേരുടെ കയ്യിലാണ് സ്റ്റാർ കിട്ടിയിരുന്നത്. ആ സ്റ്റാർ കിട്ടാൻ വേണ്ടി ഒരു സ്റ്റാർ കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് എല്ലാവരുടെയും ഡ്രസ്സ് തിരിച്ചു കിട്ടത്തുള്ളായിരുന്നു. ഷാനവാസിന്റെ, ആര്യന്റെ, അതുപോലെ ബിന്നിയുടെ കയ്യിലായിരുന്നു 3 പേർക്കായിരുന്നു സ്റ്റാർ കൊടുത്തിരുന്നത്. അവരെ ടാസ്ക് ജയിച്ചതിന്റെ ഫലമായിട്ടാണ് ആദ്യത്തെ ടാസ്ക്. അപ്പൊ അത് തിരിച്ച് മറ്റുള്ളവരെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്നു. ആര്യന്റെ പുറകെ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ അനുമോൾ ഓടുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും മാക്സിമം ശ്രമിച്ചു. ജെൻസ് കുറച്ച് കഴിഞ്ഞിട്ട് ഷാനവാസ് പിന്നെ അത് ഒനിയലിന് കൊടുത്തു. ഒനിയൽ അത് അക്ബറിന് കൊടുത്തായിട്ടതാണ് എനിക്കറിയാവുന്നത്. അപ്പൊ അക്ബറിന്റെ കയ്യിലാണെന്ന് തോന്നുന്നു. പിന്നെ ആര്യന്റെ കയ്യിലുണ്ട്. ഗേൾസ് ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഭയങ്കരമായിട്ട് എങ്ങനെയെങ്കിലും പിടിച്ചു വാങ്ങിച്ചു. ബിന്നിയുടെ കയ്യിൽ നിന്ന് ഈ ജിസൽ തക്ര എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റന്റ് ഇത് പിടിച്ചു വാങ്ങിച്ചു. അതിനെ ജിസലിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കാൻ റെന ഫാത്തിമ കിണഞ്ഞ് ശ്രമിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് മാറുന്നത് രാത്രി മുഴുവൻ ഭയങ്കര കൂട്ടടിയായിരുന്നു. എല്ലാവരും കിടന്ന് പുറത്തൊക്കെ ഇടയായിരുന്നു. ആരോ അങ്ങനെ ലാസ്റ്റ് ബിഗ് ബോസിന് കംപ്ലൈന്റ് കൊടുത്തു കേട്ടോ. ആ കംപ്ലൈന്റ് കൊടുത്ത സമയത്ത് ബിഗ് ബോസ് പിന്നെ ഇത് നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. നിങ്ങളിത് നിർത്തിവെക്കൂ, പിന്നെ തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ പറഞ്ഞു. അങ്ങനെ നിർത്തിവെച്ചു. അതിനുശേഷം പിന്നീട് അപ്പോൾ ചോദിച്ചു, ഈ രണ്ടുപേരും റെന ഫാത്തിമയും ഇതും കൂടി ഭയങ്കരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. എന്താ പറയുക, പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു തൽക്കാലമായിട്ട് അതുകൊണ്ടൊന്ന് തിരിച്ചു വെക്കൂ, ആർക്കും ഇവിടെ ഇല്ലെന്ന്. അപ്പൊ രാവിലെ എഴുന്നേറ്റപ്പോ പിന്നെ എല്ലാവരും ഉറങ്ങാനുള്ള സ്പേസ് ഒക്കെ വളരെ കുറവാണ്. ആ ഒരു സ്പേസിന് വേണ്ടിയിട്ട് അവര് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ അനീഷ് പറയുന്നുണ്ട്, കോമണർ അനീഷ് പറയുന്നിട്ട് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ, രേണുവിന്റെ കൂടെ കിടക്കാനായിട്ട് അനുമോള് തയ്യാറായില്ല. അപ്പോൾ അതിനുശേഷം സരിക വന്ന് കിടന്നു. പിന്നീട് അതങ്ങനെ ആ പ്രശ്നം സോൾവ് ആയി. രാത്രി ഒരു 12:30 എല്ലാവരും കിടന്നു. കിടക്കാനൊക്കെ സ്ഥലം കുറച്ച് കുറവാണ്. ഇപ്പൊ രാവിലെ എഴുന്നേറ്റപ്പോൾ വെള്ളമില്ല, അതുപോലെ തന്നെ പഞ്ചസാര ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ, ചായ ഇടാൻ കാര്യങ്ങളൊന്നുമില്ല. ഇന്നലത്തെ ഫുഡുണ്ട്, അതൊക്കെ ഒന്ന് ചൂടാക്കി കഴിക്കുന്നുണ്ട്. അപ്പൊ രാവിലെ ഒരുപാട് ലേറ്റായി. ഇതുവരെയും അവർ കറണ്ട് ഒന്നും ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല. ഫുള്ള് ഒരു പിന്നെ ഗ്ലൂമി അന്തരീക്ഷമാണ് കേട്ടോ. പിന്നെ അവരിരുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്നുണ്ട്. പിന്നെ രാവിലെ അന്ന് ചിരിയോട് ചിരിയാണ്. കാരണം ബാറ്ററി മാറ്റാൻ പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല, ബാറ്ററി മാറ്റാൻ പറഞ്ഞിട്ട്. അപ്പൊ ബാറ്ററി മാറ്റുന്നില്ല. അപ്പൊ എന്തോ പറയുന്നത് മനസ്സിലായിട്ട് ഒരാളിരുന്ന് രഞ്ജിത്ത് പറയാം, മുൻഷി രഞ്ജിത്ത് പറയാം, എന്റെ മൈക്ക് ഓക്കെയാണ് ബിഗ് ബോസ് എന്ന്. മൈക്ക് ഓക്കെ ആയാലും എല്ലാവരും ബാറ്ററി മാറ്റുന്ന സമയത്ത് ബാറ്ററി ഇവര് കഴിഞ്ഞ ബിഗ് ബോസുകളൊന്നും കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് ഇതിന്ന് ഫീൽ ചെയ്തത്. എന്നിട്ട് പിന്നെ ഓടിപ്പോയിട്ട് റൂൾ ബുക്ക് എടുത്ത് വെച്ച് വായിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഇതിന്റെ സംഭവങ്ങളെന്ന് റൂൾ ബുക്ക് എടുത്ത് വെച്ച് വായിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇന്നിപ്പം ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരോടും റൂൾ ബുക്ക് വായിക്കുന്ന ഒരു സംഭവമാണ് നടക്കുന്നത് കേട്ടോ. അപ്പം റൂൾ ബുക്ക് എന്തായാലും വായിച്ചവർ മനസ്സിലാക്കട്ടെ. എന്തായാലും കളിയൊക്കെ സ്ട്രോങ് ആയിട്ട് വരട്ടെ. എല്ലാവരും രാവിലെ ബിപിയുടെ മരുന്നും പിന്നെ തൈറോയിഡിന്റെ മരുന്നൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞ് രാവിലെ ഷാരിക ഷാരിക ഇവിടെ പിന്നെ പറയുന്നുണ്ടായിരുന്നു, പരാതി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മരുന്നുകളൊന്നും കൊടുത്തില്ല. അപ്പോൾ മരുന്നുകളൊക്കെ കൊടുത്തില്ലേ വലിയ ബുദ്ധിമുട്ടാവും അവർക്കൊക്കെ, കാരണം അസുഖങ്ങളുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. റൂൾ ബുക്ക് വായിച്ച് നോക്കുന്നുണ്ട് എന്തൊക്കെയാണ് ബിഗ് ബോസിന്റെ റൂൾസ്, ഇവരെന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കുന്നതാണ് ഇപ്പം ലൈവ് നടക്കുന്നത്.